ഹായ് ഗൈസ്, വെൽക്കം ടു ഫിൽമി ഷേക്ക്. അപ്പോൾ കൽക്കി ഒറ്റ വാക്കിൽ പറഞ്ഞ കലക്കി. നാഗ് അശ്വിൻ ബ്രോ ഇതിൻ്റെ ഡയറക്ടർ അജാതി പണിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടോപ്പ് നോച്ച് വിഷ്വൽ ക്വാളിറ്റിയുള്ള മൂവി. അത് ഇതിൽ മഹാഭാരതത്തിൻ്റെ റെഫറൻസും മോഡേൺ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടൊരു സ്പോയിലർ ആക്കുന്നില്ല, ഒരുപാട് ക്യാരക്ടേഴ്സും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്തായാലും ഇത് തിയേറ്ററിൽ മിസ്സാക്കരുത്, അത് ഞാൻ ആദ്യം പറഞ്ഞേക്കാം. അത്രയും പണിയെടുത്തിട്ട് അത്രയും വിഷ്വൽ ക്വാളിറ്റിയുള്ള, നമുക്കിപ്പോൾ മാഡ് മാക്സിൻ്റെ ഒപ്പം അല്ലെങ്കിൽ അവഞ്ചേഴ്സ്, ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി, സ്റ്റാർ വാർസിൻ്റെ ഒക്കെ ഒപ്പം അതേ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ്. ചില സമയത്ത് ഇതൊരു ഇന്ത്യൻ സിനിമയാണോ എന്ന് തന്നെ തോന്നിപ്പോയി. അടിപൊളി വർക്ക്. നാഗ് അശ്വിൻ അങ്ങനെ പറ്റി പറയാൻ വാക്കുകളില്ല, അത്രയും നല്ല വർക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ദി സൂപ്പർ സ്റ്റാർ പ്രഭാസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ, പാൻ ഇന്ത്യത്തെ ഏറ്റവും വലിയ സ്റ്റാർ. അങ്ങേര് ഒരു പ്രൊഡ്യൂസർക്ക് കൊടുക്കുന്നൊരു ധൈര്യം, ഇയാളെ വെച്ച് പടം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര പൈസ കിട്ടും. 600 crores ആയിട്ടാണ് ഇതിൻ്റെ ബഡ്ജറ്റ് തോന്നുന്നു. ആ ബഡ്ജറ്റ് മൊത്തം നമുക്ക് സ്ക്രീനിൽ കാണാം, അങ്ങനത്തെ ഒരു പടം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റാർ ഉള്ളത് വലിയൊരു കാര്യമാണ്. ഇന്ത്യയിൽ മൊത്തം അറിയപ്പെടുന്ന ഒരു സ്റ്റാർ. അപ്പോൾ ബിസിനസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. പിന്നെ മാത്രമല്ല, ഈ ക്യാരക്ടറിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും, ഈ സിനിമയിൽ ക്യാരക്ടർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫൺ ക്യാരക്ടർ നല്ല അടിപൊളി കൊണ്ടുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇതിൽ. പ്രഭാസിൻ്റെ ഗംഭീരമായിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ്റെ വേറെ ലെവൽ പെർഫോമൻസ്. ദീപിക പദുക്കോൺ, അന്നാവൻ പൊളി. ഇതിൽ ഏറ്റവും മാസ് സംഭവങ്ങളുള്ള അന്നാവനാണ്. നിങ്ങളത്, ഞാൻ ഞെട്ടിപ്പോയി. അന്നാവനിന് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ആവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ വേറെ ലെവൽ. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. രാജമൗലിയുടെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. സുജിത് ഭക്തനെ പോലെ ഒരാളുണ്ടായിരുന്നു, അയാളുടെ പേര് എനിക്കറിയില്ല. അയാളൊക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സ് എല്ലാവരും അടിപൊളി. സിനിമാറ്റോഗ്രാഫി അടിപൊളി. VFX ടീം ദി ബെസ്റ്റ് മൂവി, ബെസ്റ്റ് VFX ഇൻ ഇന്ത്യൻ മൂവി എവർ, അങ്ങനെ പറയാം. അത്രയും പെർഫെക്റ്റ്. ഇതിൻ്റെ ക്ലൈമാക്സിലൊക്കെ ഞാൻ എൻ്റെ പൊന്നെ, ഇത് സ്റ്റാർ വാർസ് അല്ലേ, അങ്ങനെ തോന്നിപ്പോയി. റെഫറൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് അങ്ങനെ തോന്നിപ്പോയി ഇത് അതല്ലേ സംഭവം. അത്രയും ക്വാളിറ്റിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പരിപാടി. ഇതിൻ്റെ 3D ആണെങ്കിലും അടിപൊളി. മസ്റ്റ് വാച്ച് ഫ്രം തിയേറ്റേഴ്സ്. നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഒരിക്കലും മിസ്സാക്കാത്ത ഒരു സിനിമ ലവർ ആണെങ്കിൽ, ഞാൻ ഇന്ത്യൻ മൂവീസിൽ കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വിഷ്വൽസ് ഉള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഈ കൽക്കി AD 2898 എന്ന് പറഞ്ഞ മൂവി. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത് തിയേറ്ററിൽ നിന്ന് കാണരുതെന്ന് പറയില്ല. ഇത് മസ്റ്റ് വാച്ച് മൂവിയാണ്. ഈ പടത്തിനും ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്, അതൊന്നും ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചില സ്ഥലത്ത് ഡ്രാഗ് ഉണ്ട്, ചില സ്ഥലത്ത് ഒരു കണക്ഷൻ മിസ്സിങ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ക്ഷമിച്ച് കളയാം. ഇപ്പോൾ പ്രഭാസിൻ്റെ ഇൻട്രോ സമയത്ത് തന്നെ എനിക്ക് ആ ഫൈറ്റ് സീക്വൻസ് കുറേ ലെങ്ത്ത് തോന്നി. അത് ഇങ്ങനെ അതിൽ പ്രഭാസ് തന്നെ പറയുന്നുണ്ട്, ഇനി ലാഗ് അടുപ്പിക്കുന്നില്ല, അടി തീർക്കാമെന്ന് പറഞ്ഞിട്ട് പോയി അടിച്ച് തീർക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫൊക്കെ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോയി. പിന്നെ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് അവിടെയും കുറച്ചൊരു ഡ്രാഗിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ വന്നിട്ടുണ്ട് സ്ക്രീൻ പ്ലേയിൽ. പിന്നെ ഇതിലൊരു ഡ്രോബാക്കായി തോന്നിയത്, ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് ഓക്കെ, ഗുഡ്, വെരി ഗുഡ് ആയിരുന്നു സന ഇതിൻ്റെ മ്യൂസിക്. ബട്ട് ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നമ്മുടെ AR റഹ്മാൻ അല്ലെങ്കിൽ ഇപ്പോൾ കീരാവാണി, മറ്റേ ഇതിൻ്റെ ഏതാണ് ബാഹുബലിയുടെ കീരാവാണിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഹൈ ലെവലിലേക്ക് ഇത് എത്തിപ്പെട്ടേനെ. കാരണം പല സീൻസിനും ഒരു ഇമ്പാക്റ്റ് കുറവ് തോന്നി. ആ ഇമ്പാക്റ്റ് കുറവ് നമുക്ക് BGM വഴി സീൻസിനൊക്കെ ഒന്ന് എലവേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ഇതിൽ മിസ്സിങ് ആണോ എന്നൊരു തോന്നൽ. അത് ഇത്രമാത്രം നെഗറ്റീവ്സ് എനിക്ക് തോന്നുള്ളൂ. ചില സ്ഥലത്തുള്ളൊരു ഡ്രാഗ്, പിന്നെ സ്ഥലത്ത് ഒരു ഇമ്പാക്റ്റ് കിട്ടാതെ പോയ ഒരു സംഭവം, ഒരു മാസ് ഇമ്പാക്റ്റ് കിട്ടാതെ പോയ ചില സംഭവങ്ങൾ, അത്രേ ഉള്ളൂ. ബട്ട് അതൊക്കെ നമുക്ക് മറക്കാം. കാരണം അജാതി ഒരു വിഷ്വൽ ട്രീറ്റാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരിക്കലും മിസ്സാക്കരുത്. തിയേറ്ററിൽ നിന്ന് എല്ലാവരും കാണുക. കണ്ട് വിജയിപ്പിക്കേണ്ടതൊക്കെ നിങ്ങളുടെ താല്പര്യം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്, നിങ്ങൾ വേണേൽ കണ്ടോളൂ. ഓക്കെ, ബൈ.